കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ് പനത്തടി. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് പനത്തടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള മുനിസിപ്പാലിറ്റിയായ കാഞ്ഞങ്ങാടിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് ഇത്. കേരള കർണാടക അതിർത്തി പട്ടണമായ പാണത്തൂരിൽ നിന്നും 7.5 കിലോമീറ്റർ അകലെയുമാണ്. 2001 സെൻസസ് പ്രകാരം പനത്തടിയിൽ 11,200 പുരുഷന്മാരും 11,107 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 22,307 പേരാണുള്ളത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം എന്നിവയാണ് പ്രധാന മതവിഭാഗങ്ങൾ. മാവിലൻ, മലബേട്ടുവ, കുടിയ, മറാഠി എന്നീ 4 ആദിവാസി സമൂഹങ്ങളും ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ കൂടുതലും കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. റബ്ബർ, നെല്ല്, വാഴ, തെങ്ങ്, അടക്ക എന്നിവയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ. ഹയർ സെക്കൻഡറി സ്കൂൾ പനത്തടി, ഗവൺമെന്റ് ഹൈസ്കൂൾ പാണത്തൂർ, നിരവധി പ്രൈമറി സ്കൂളുകളും പനത്തടി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 ഹൈസ്കൂളുകൾക്ക് പുറമെ പനത്തടിയിൽ മറ്റു 3 സർക്കാർ സ്കൂളുകൾ കൂടിയുണ്ട്. ഗവൺമെന്റ് LP സ്കൂൾ കല്ലപ്പള്ളി, ഗവൺമെന്റ് LP സ്കൂൾ പെരുതടി, ഗവൺമെന്റ് LP സ്കൂൾ പാറക്കടവ്, സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പനത്തടി പഞ്ചായത്തിലെ മറ്റൊരു പ്രധാന വിദ്യാലയം. കണ്ണൂർ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സെന്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന ഒരു കോളേജ് മാത്രമാണ് പനത്തടിയിലുള്ളത്. പനത്തടി പഞ്ചായത്തിൽ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് റാണിപുരം. ഇത് കാലാവസ്ഥ, ട്രക്കിംഗ് തുടങ്ങിയവയ്ക്ക് പേരുകേട്ടതുമാണ്. ഞാൻ പനത്തടി പഞ്ചായത്തിൽ ജീവിക്കുന്നത് 78 വർഷത്തോളമായി. പനത്തടിയെ പറ്റി പറയുകയാണെങ്കിൽ പനത്തടി നല്ല ഒരു സ്ഥലമാണ്. ഇവിടെ വിട്ട് മാറാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പനത്തടിയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ്. 1948 സ്ഥാപിതമായ ഈ സ്കൂളിൽ ഇന്ന് 1600 പരം കുട്ടികളാണ് പഠിക്കുന്നത്. പനത്തടി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ബലാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവുമുള്ള ഈ സ്കൂളിൽ 1 മുതൽ +2 വരെയുള്ള ക്ലാസുകൾ കൂടാതെ പ്രീ പ്രൈമറി ക്ലാസുകളും ഇവിടെയുണ്ട്. വിശാലമായ പ്ലേ ഗ്രൗണ്ട്, ആധുനിക ലാബുകൾ, വലിയ ലൈബ്രറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വിദഗ്ധരായ അധ്യാപകന്മാർ എന്നിവയെല്ലാം ഈ സ്കൂളിന്റെ പ്രത്യേകതകളാണ്. റിമോട്ട് ഏരിയകളിൽ നിന്നും നടന്നു വരേണ്ട കുട്ടികൾക്കായി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാവാഹിനി എന്ന പേരിൽ ബസ് സർവീസ് 12/7/2024 ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കുടിവെള്ള പദ്ധതി 8/7/2024 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. പ്രിൻസിപ്പൽ ഗോവിന്ദൻ M, പ്രധാന അധ്യാപകൻ രാജു, PTA പ്രസിഡന്റ് വേണു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രശസ്തനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. 10ാം ക്ലാസ്സിലെയും +2വിലെയും വിജയശതമാനം യഥാക്രമം 100ഉം 96% ഈ സ്കൂളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനവധി കുട്ടികളാണ് ദിവസവും എത്തിച്ചേരുന്നത്. പനത്തടിയിലുണ്ടായിരുന്ന രാമൻ നായർ നൽകിയ 3 ഏക്കറും PTA വാങ്ങിയ 1/2 ഏക്കറും ഉൾപ്പെട്ട 3.5 ഏക്കർ സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി തലത്തിന് ഓടുമേഞ്ഞ 5 കെട്ടിടങ്ങളിലായി 17 ക്ലാസ് മുറികളും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 5 കെട്ടിടങ്ങളിലായി 33 ക്ലാസ് മുറികളും വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ടും വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും സ്വന്തമായി കമ്പ്യൂട്ടർ ലാബുകളും ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളും ഉണ്ട്. കൂടാതെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യവും ലഭ്യമാണ്. വിദ്യാരംഗം, കലാസാഹിത്യവേദി, എഴുത്തുകൂട്ടം, ടീൻസ് ക്ലബ്, ഇംഗ്ലീഷ് ഫോറം, സയൻസ് ക്ലബ്, പരിസ്ഥിതി ക്ലബ്, ഗണിതശാസ്ത്ര ക്ലബ്, സയൻസ് ക്ലബ്, IT ക്ലബ്, സ്കൗട്ട് ഗൈഡ്, റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങി പഠന ഇതര പ്രവർത്തനങ്ങളിലും ഈ സ്കൂൾ ഏറെ മുന്നിലാണ്. പനത്തടി പഞ്ചായത്തിൽ മലയാളം കൂടാതെ തുളു, മറാഠി സംസാരിക്കുന്ന SC/ST വിഭാഗക്കാരും അധിവസിക്കുന്നുണ്ട്. ടച്ചർക്കടവിൽ ഉള്ള പട്ടികജാതി പട്ടികവർഗ SC/ST കോളനിയാണ് ഇത്. ലിപിയില്ലാത്ത തുളു ഭാഷ സംസാരിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഉപജീവന മാർഗം കൂലിപ്പണിയാണ്. കോളനിയായാണ് ഇവർ താമസിക്കുന്നത്. അവരുടെ ഉന്നമനത്തിനായി സർക്കാർ പല പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. വിവാഹ വായ്പാ പദ്ധതി, ഭവന വായ്പാ പദ്ധതി, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ടുള്ള വ്യക്തിഗത വായ്പ, കാർ വായ്പ എന്നിവയാണ് ചിലത്. പഴയകാല ഓലമേഞ്ഞ വീടുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളാണ് ഇന്ന് മിക്കവർക്കും ഉള്ളത്. ഇത് ബിജു എന്ന വ്യക്തിയുടെ വീടാണ്.
ശംസുവിന്റെ അളിയൻ മാധവൻ. എൻ്റെ പേര് മാധവൻ എന്നാണ്. ഞാൻ എൻ്റെ വീട് രാജപുരം വണ്ണാത്തിക്കാനത്ത്. അവിടുന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ 10-17 വർഷമായി ഇവിടെ പനത്തടി തച്ചരകടവ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ ഞാനും 2 കുട്ടികളും, ഭാര്യ മരിച്ചു, എല്ലാവരും മരിച്ചു, സുഖമില്ലാതെ മരിച്ചുപോയി. ഞാനും 2 കുട്ടികളും. പനത്തടി നാട് എന്ന് പറഞ്ഞാണ്ടല്ലോ ഞാൻ വന്നപ്പോഴേ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ്. ഈ അയക്കുടിക്കാരൻ ജനങ്ങളും കംപ്ലീറ്റ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് മലയാളം. എൻ്റെ വീട്ടിലെല്ലാവരും ഞങ്ങൾ ചെറുപ്പം മുതലേ നമ്മളെ കാർന്നോറന്മാർ സംസാരിക്കുന്നത് തുളുവാണ്. ആ തുളു ഞങ്ങൾ ആ തുളു ഞങ്ങൾ പറയായിരുന്നു. എൻ്റെ പേരെ തേപ്പത്തെ വേലക്ക് ഒരുപാട് കരാറെടുത്ത് പേരെടുക്കുന്നു. എൻ്റെ കീട്ടിൽ പൂജ ആളുള്ള പേലക്ക് സുഖമായ പേലുണ്ട്, ഇഷ്ടം പോലെ ആള് കുഴപ്പമില്ല. ഇവിടെ നിന്നും 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നാം എത്തുന്നത് മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഭക്തർക്ക് അവരുടെ ആഗ്രഹ സാഫല്യത്തിന്റെ കേന്ദ്രമായ ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രസിദ്ധമാണ്. അമ്പലത്തിനോട് അല്പം മാറിയാണ് പുലിക്കടവ് ചെക്ക് ഡാം. പനത്തിരി ടൗണിനെ പുലിക്കടവ് പോലെയുള്ള ചെറു ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ ബ്രിഡ്ജ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊരു ആശ്വാസവുമാണ്. പനത്തിരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൗണാണ് പാണത്തൂർ. പാണത്തൂർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്നത് കർണാടക ബോർഡറായ കരിക്കയാണ്. ഇതുവഴിയാണ് കൂർഗ് ഡിസ്ട്രിക്റ്റിലെ മടിക്കേരി, തലക്കാവേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മടിക്കേരിയിലേക്ക് 68 കിലോമീറ്ററും 4 മണിക്കൂറോളം മാത്രം യാത്ര ചെയ്താൽ മൈസൂരിലേക്കും എത്താം. ഇവിടെ ബോർഡറിൽ കർണാടകയുടെ കുറച്ച് ഹോട്ടൽ, ബാറുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് എന്റെ അളിയൻ ശംസുവിന്റെ പലചരക്ക് കട ഉള്ളത്, പള്ളമ്പി ട്രേഡേഴ്സ്. ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് പാണത്തൂർ ദർഗാ ഷെരീഫ് ജുമാ മസ്ജിദ്. ഇത് ഹിജ്റ 123 നിർമ്മിച്ചതാണ്. പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ച് ഏപ്രിൽ 2016 MB മൊയ്തു ഹാജിയുടെ അധ്യക്ഷതയിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പാണത്തൂരിൽ 2 മസ്ജിദുകൾ ആണ് ഉള്ളത്. ഒന്ന് പാണത്തൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മസ്ജിദും മറ്റൊന്ന് പാണത്തൂരിലെ പള്ളിക്കൽ സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദുമാണ്. ജുമാ മസ്ജിദിൽ 4 ശുഹദാക്കൾ ഉള്ള ഒരു മഖാമുമുണ്ട്. എല്ലാ വർഷവും ഇവിടെ വലിയ ഉറൂസ് നടത്താറുണ്ട്. ഈ മസ്ജിദിന് കീഴിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹയർ സെക്കൻഡറി, മദ്രസയും പ്രവർത്തിക്കുന്നു. പനത്തരി പഞ്ചായത്ത് ഓഫീസ്, പനത്തരി വില്ലേജ് ഓഫീസ്, പ്രൈമറി ഹെൽത്ത് സെന്റർ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. ഇത് പാണത്തൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും കാഞ്ഞങ്ങാടിലേക്കും കോട്ടയം തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്കും ബസ് സർവീസുകൾ ലഭ്യമാണ്. ബസ് സ്റ്റാൻഡിന്റെ ഇതേ ബിൽഡിംഗിൽ തന്നെയാണ് പനത്തരി പഞ്ചായത്ത് ഓഫീസും പ്രവർത്തിക്കുന്നത്. പാണത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരി എന്ന പേരിലുള്ള ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യാനികളുടെ ഒരു ആരാധനാ കേന്ദ്രമാണ്. പള്ളിയുടെ കീഴിൽ ഒരു കിൻഡർ ഗാർഡനും സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. പാണത്തൂർ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് കാഞ്ഞിരത്തിങ്കൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിരവധി പഴയ കഥകളുമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ആണ് ഇവിടെ ആരാധനയ്ക്കായി എത്താറുള്ളത്. പനത്തരി പഞ്ചായത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തെക്കുറിച്ചും പനത്തരിയിലെ മറ്റു പ്രശസ്തമായ സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.